Let's go to the Kolam beach. ഗൈസ്, അങ്ങനെ നമ്മൾ കോവളം ബീച്ചിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഗൈസ്, അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് ഈ കോവളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ടാണ് നമ്മുടെ കോവളത്തിനെ കണക്കാക്കപ്പെടുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്നും ഇവിടെ കോവളം കാണാനായിട്ട് എത്തുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൽ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ്, മുടിഞ്ഞ തിരക്കാണ്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ കാണാൻ എത്തിയ ലൈറ്റ് ഹൗസ്. ഗൈസ്, ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1972 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത്. 36 അടി ഉയരമുണ്ട് സീഷോറിൽ നിന്ന്. ഗൈസ്, പിന്നെ ഇവിടെ ടിക്കറ്റ് റേഞ്ച് എന്ന് പറയുന്നത് അഡൽറ്റിന് 20 രൂപയാണ്. പിന്നെ മൊബൈലിന് നമുക്ക് പ്രത്യേകം 10 രൂപ. ഗൈസ്, പിന്നെ ഇത് എന്നൊക്കെയാണ് ഓപ്പൺ ആക്കുന്നതെന്നും ഇതിൻ്റെ ടൈമിംഗ് എന്നൊക്കെയാണെന്നും ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്തേക്കാം. ജസ്റ്റ് വായിച്ച് നോക്കൂ. ഗൈസ്, അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ഇവിടെ നിന്ന് കോവളത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. ഹെലികോപ്റ്റർ വ്യൂ എന്നാണ് ഇതിനെ ഏകദേശം പറയുന്നത്. അടിപൊളിയാണ് ഗൈസ്, മസ്റ്റ് വാച്ചാണ്. പിന്നെ ഗൈസ്, ഇവിടെ പാരാസൈലിംഗ് ആൻഡ് സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേകം ചാർജൊക്കെയാണ് ഈടാക്കുന്നത്. 10 മിനിറ്റിന് 1000 രൂപയൊക്കെയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തേക്കും. ഗൈസ്, അങ്ങനെ കോവളത്തിൽ 3 ബീച്ചുകളാണ് മെയിൻലി ഉള്ളത്. ഹവാ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ചും സമുദ്ര ബീച്ചുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹവാ ബീച്ചിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഗൈസ്, അങ്ങനെ കണ്ടോ, ഒരു പെൺകുട്ടി തെരുവിലടക്കുന്ന പട്ടീനെ ലാളിക്കുന്നതും കളിക്കുന്നതൊക്കെയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്.
നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ മണലിന് ഒരു ചെറിയ കറുപ്പ് നിറമുണ്ട്. മണ്ണിൽ എലിമിനേറ്റ് ആൻഡ് മോണോസൈറ്റ് ചേരുമ്പോഴാണ് ഈ നിറം വരുന്നതെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പിന്നെ കോവളത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ബീച്ച് റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ടും സീ ഫുഡ് പ്രിഫർ ചെയ്യാം. പക്ഷെ ഒടുക്കത്തെ റേറ്റാണ്. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പേര് കണ്ടതാണ്, പപ്പുക്കുട്ടി. പപ്പുക്കുട്ടി റെസ്റ്റോറൻറ്റിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളങ്ങനെ കോവളത്തിൻ്റെ സീ ഫുഡിൻ്റെ വില അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നേരെ വിഴിഞ്ഞത്ത് അസ്മാക്കിൽ എത്തിയിട്ടുണ്ട്. അസ്മാക്കിൽ നിന്ന് കുറച്ച് സീ ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു.